കണ്ണൂർ ചക്കരക്കല്ല ബാവോട്ടു പോലീസ് പെട്രോളിംഗ് ജീപ്പിന് സമീപം ബോംബെറിഞ്ഞവരെ കണ്ടെത്താനാവാതെ പോലീസ്. ബോംബ് സ്ഫോടനം നടന്ന 6 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് അന്വേഷണം എങ്ങുമെത്തിയില്ല. ഇക്കഴിഞ്ഞ 13 പുലർച്ചെയാണ് കണ്ണൂർ ചക്കരക്കല്ല് ബാവൂരിൽ പോലീസ് പട്രോളിംഗ് ജീപ്പിന് സമീപം ബോംബ് സ്ഫോടനം നടന്നത്. പോലീസ് ജീപ്പിന് ഏതാനും മീറ്റർ അകലെ വെച്ച് 2 ഐസ്ക്രീം ബോംബുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ചക്കരക്കല്ല് പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിരുന്നു. ചക്കരക്കൽ പോലീസ് ഇൻസ്പെക്ടർ ബിനു തോമസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, കണ്ണൂർ ACP CB ടോം ഉൾപ്പെടെ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. എന്നാൽ ഉഗ്രസ്ഫോടനം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ബോംബെറിഞ്ഞവരെയോ ബോംബിന്റെ ഉറവിടമോ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിരുന്നു. എന്നാൽ സ്ഫോടനം നടത്തിയ സ്ഥലത്ത് CCTV ക്യാമറ ഇല്ലാത്തത് അന്വേഷണത്തിന് തിരിച്ചടിയായി. ബോംബെറിഞ്ഞവർ പ്രധാന വഴിയിൽ കൂടി വരാതെ പറമ്പിൽ കൂടി നടന്നുവെന്നാണ് ബോംബെറിഞ്ഞതെന്നാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളവരാണ് ബോംബെറിഞ്ഞതെന്നും പോലീസ് നിഗമനത്തിലെത്തിയിരുന്നു. പ്രദേശത്തെ RSS നേതാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണവും നടത്തിയിരുന്നു. പോലീസ് സംശയിച്ച ചിലരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ബോംബെറിഞ്ഞവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രദേശത്ത് താമസിക്കുന്നവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ കമ്പനികളോട് നൽകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ പ്രതികളെ കണ്ടെത്താനാമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ദനിത് ലാൽ എസ്, ജയ് ഹിന്ദ് ന്യൂസ്, കണ്ണൂർ.